ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ലേക്കിങ്ങിൻ്റെ 5th എപ്പിസോഡിലേക്ക് പോവാം. കെ ബോസിനെ കാണാനായിട്ട് പോവുകയാണ്. അന്ന് രാത്രിയാണ് അവർക്കൊരു ഡീലുള്ളത്. ബോസ് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ കെയോട് പറയുന്നുണ്ട് നൃത്തത്തിൽ ലഡ്ജറിൻ്റെ കാര്യം. അതാരാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. ഇവിടെ ഒരു മോളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാരാണ് എന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. പിന്നെ മറ്റേ പെണ്ണില്ലേ, അവളെ ഞാൻ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുന്നതും കെ അവിടെ നിന്ന് പോകാനായിട്ട് ഭാവിക്കുമ്പോൾ ബോസ് പറയുകയാണ്, നിനക്ക് ഡീലാണോ വലുത് അതോ ആ പെണ്ണാണോ? നിനക്ക് ഡീലാണ് വലുതെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകരുത്. അപ്പോൾ കെ ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഡീൽ തന്നെയാണ് വലുത്. പക്ഷേ അപ്പോഴും അവൻ്റെ മനസ്സ് മുഴുവൻ അവളെക്കുറിച്ച് തന്നെയാണ് ചിന്ത. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയൊക്കെ അവനുണ്ട്. കുറച്ച് നേരം അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് 2 എണ്ണം കഴിച്ചു ബോസ്. അപ്പോഴത്തേക്കും ബോസ് ഒന്ന് ടിപ്സിയായി. ആ സമയം അവൻ റെസ്റ്റ് റൂമിൽ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ്. എന്നിട്ട് പോയി മെയിൻ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യും. അവിടെ നിന്നും അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് ക്യാപ്പൊക്കെ വെച്ചിട്ട് കുഞ്ഞിൻ്റെ റൂമിലോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കണ്ണ് മുറിവ് പറ്റിയ കുഞ്ഞിനെയാണ് അവൻ കാണുന്നത്. ഗൂനിയാൻ അവിടെയൊന്നും കാണാനുമില്ല. ഗൂനിയാൻ എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും അവൾ പുറത്തേക്ക് എവിടെയോ ഓടിപ്പോയതാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന കെ കെട്ടിക്കൊടുത്ത ട്രാക്കറിലെ നീഡിലെടുത്ത് ഇവൻ്റെ കണ്ണിൽ കുത്തി. എന്നിട്ട് അവൾ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അതേസമയം അവിടെ ഇരുന്ന് വോക്കി ടോക്കിയിൽ പറയുന്നുണ്ട്, ഏതോ ഒരു പെങ്കൊച്ച് ഹില്ലിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, അവളുടെ കയ്യിൽ ഗണ്ണുമുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കെ കേൾക്കുവാണ്. കെ അങ്ങനെ ഹില്ലിലേക്ക് പോകുമ്പോൾ അവളെ കാണുന്നുണ്ട്. അവൾക്ക് കെയോടിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. കാരണം കെ പറഞ്ഞിട്ടാണ് കുഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നത് എന്നാണല്ലോ നേരത്തെ അവൻ പറഞ്ഞത്. അതവളുടെ മനസ്സിൽ തന്നെയുണ്ട്. അപ്പം അവൾ വിചാരിക്കുന്നത് ഇവൻ അവളെ ഫൂളാക്കുകയാണ്. അപ്പോൾ അവൾ കെയ്ക്ക് നേരെ ഗൺ പോയിൻ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുകയാണ്. അപ്പോൾ കെ പറയുന്നുണ്ട്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും, നീ താഴേക്ക് ഇറങ്ങി വാ. അവളൊരു ഹില്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അവനിപ്പോൾ ഒട്ടും വിശ്വാസമില്ല. താഴേക്ക് ഞാൻ എങ്ങോട്ട് ഇറങ്ങി വരാനോ? എന്നെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടിരുന്ന ആ സ്ഥലത്തേക്കോ? ഞാൻ നിന്നെ വിശ്വസിച്ചു, പക്ഷെ നീ എന്നെ ചീറ്റ് ചെയ്യല്ല ചെയ്തേ. അപ്പോഴേക്കും കൂടെയുള്ള സംഘമെല്ലാം അവിടേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, കെ അവളെ പിടിക്കുക. അവർ വരുന്നത് കാണുമ്പോൾ ഇവൻ കൂടുതൽ അവളെ അടുത്തേക്ക് പോവുകയാണ്. അത് കാരണം അവൾ പേടിച്ചിട്ടങ്ങ് ഷൂട്ട് ചെയ്യും. അവൻ്റെ നെഞ്ചത്ത് തന്നെ കൊള്ളും അത്. അത് കഴിഞ്ഞ് അവൾ ആ ഹില്ലിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. പിന്നെ കാണിക്കുന്നത് അവളൊരു ഹോസ്പിറ്റലിലാണ്. കണ്ണൂർന്ന് നോക്കുമ്പോൾ നേഴ്സ് അടുത്ത് നിൽപ്പുണ്ട്. നേഴ്സ് അവളോട് പറയും, നിങ്ങളെ ഇന്നലെ ഒരാൾ കടലിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്, ഞാൻ ഡോക്ടറിനെ വിളിക്കാം. നേഴ്സ് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരുമ്പോൾ അവൾ പറയും, എനിക്ക് പോലീസിനെ വിളിക്കണം. അപ്പോൾ അവരൊന്ന് ഞെട്ടും, പോലീസിനെ വിളിക്കണമെന്നോ? പോലീസിനോട് അവൾ വിവരം അറിയിക്കുമ്പോൾ പോലീസ് തിരിച്ച് പറയുന്നത്, നിങ്ങൾ തന്ന ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങൾ ആ ഡീലേഴ്സിനെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോലീസിനെ ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്നാണ് പോലീസിൻ്റെ മറുപടി. അവൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും അവൾക്ക് കെയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. ആ സമയത്ത് കെ ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ ഷൂട്ട് ചെയ്യുകയാണ്. ആക്ച്വലി ഇതൊരു സ്വപ്നമായിരുന്നു. അവൾ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഫയർ വർക്ക്സ് ആണ്. അന്ന് അവിടെ ചൈനീസ് ന്യൂ ഇയർ ആണ്. നേഴ്സ് അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് അവളെ വിഷ് ചെയ്യും. നാളെ തൊട്ട് നല്ലൊരു തുടക്കമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സ് പോകും. അവൾ ആ നേഴ്സിൻ്റെ പുറകെ ഇറങ്ങി നടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ആരെയും കാണുന്നില്ല. കുറച്ചുകൂടി നേഴ്സിൻ്റെ കൗണ്ടറിൽ വരുമ്പോൾ അവർ തറയിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ലിഫ്റ്റ് തുറഞ്ഞ മറ്റേ ബോസും കൂട്ടരും വരികയാണ്. അവരാണതെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതവർ കാണും. അവളെ ചേസ് ചെയ്ത് പോവുകയാണ്. അവളിങ്ങനെ ഒളിച്ചിരിക്കുന്നിടത്ത് ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടിട്ട് അവൾ കാര്യം പറയും അയാളോട്. കുറേ ആൾക്കാർ എന്നെ ചേസ് ചെയ്യാണ്. അപ്പോൾ അയാളാണെങ്കിൽ അവളെ പുറത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവളേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അയാൾക്കൊരു കോൾ വരും. പോരാത്തതിന് കഴുത്തിൻ്റെ ബാക്കിലൊരു ടാറ്റു കാണുമ്പോൾ അവൾക്ക് കത്തുകയാണ്, ഇത് മറ്റേ ആ ബോസിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അത് മനസ്സിലായതും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾ ഓടിപ്പോകുന്നത് ടെറസിലേക്കാണ്. അയാളും അവളുടെ പിറകെ ഓടിയെത്തും. അയാൾ നേരെ ചെന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വേറെ ഒരാൾ വരികയാണ്. അത് നമ്മുടെ കെ ആണ്. കെ അയാളെ ഷൂട്ട് ചെയ്യും. വെടിവെച്ച കേട്ടിടത്തേക്ക് ബോസും കൂട്ടരും എത്തുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യപ്പെട്ട ആ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ കിടക്കുന്ന അവൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയാളോട് ബോസ് അന്വേഷിക്കുമ്പോൾ അയാൾ പറയും, കെ വന്നിരുന്നു, കെ അവളെയും കൊണ്ടുവിടുന്ന് പോയി, നീ എന്തൊരു യൂസ്ലെസ് ആണെന്നും പറഞ്ഞ് ബോസ് അയാളെ വീണ്ടും ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. കെ അവളെ കൊണ്ടുപോകുന്നത് സെക്ലൂഡഡ് ആയിട്ടുള്ള വേറൊരു പ്ലേസിലാണ്. അവൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും കെ എടുത്തിട്ടുണ്ട്. അവൾ അവനെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ പിടിച്ചു നിർത്തുകയാണ്. ഇവിടെ നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വേറെ ആരും വരില്ല എന്ന് അവൻ പറയാണ്. അവൻ വിടുന്നില്ല എന്ന് കാണുമ്പോൾ അവൾ അവനിട്ട് ഒരു അടി കൊടുക്കുകയാണ്. അവൾ പറയും, നിനക്കെന്നെ കൊല്ലണേ കൊല്ലാം. അവൻ പറയും, കൊല്ലാനാണെങ്കിൽ ഞാൻ പിന്നെ നിന്നെ സേവ് ചെയ്തത്.
അവൾ എന്നിട്ടും പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൻ പറയാണ് ബോസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും അതിനെന്താ, ഞാൻ എന്തായാലും പോകാൻ പോവുകയാണ്, എനിക്ക് നിന്നെ കാണണ്ട. അപ്പോൾ അവൻ ചോദിക്കും നിനക്ക് എന്നെ കാണുന്നത് അത്രയ്ക്ക് വെറുപ്പാണോ? അവൾ പറയും അതെ എനിക്ക് വെറുപ്പാണ്, എനിക്ക് നിന്നെ ഒരിക്കലും ഇനി കാണണ്ട. അപ്പോൾ കെ പറയും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അയാൾ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. കെ ചോദിക്കും നിനക്കെന്നെ വിശ്വസിച്ചൂടെ? അപ്പോൾ അവൾ പറയും ഞാൻ ഒരു പ്രാവശ്യം നിന്നെ വിശ്വസിച്ചതാണ്, പക്ഷേ ഞാൻ ഏത് നിലയിലാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് നിന്നെ ഞാൻ രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ പെങ്ലിക്ക് ഉറപ്പായിട്ടും, അതായത് ഇയാളുടെ ബോസിന് ഉറപ്പായിട്ടും സംശയം തോന്നിയേനെ. അങ്ങനെ തോന്നിയാൽ പിന്നെ അയാൾ നിന്നെ ബാക്കി വെച്ചേക്കില്ല, അയാൾ നിന്നെ കൊന്നു കളയും. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ നിന്നെ രക്ഷിക്കാനായിട്ട് വരാത്തത്. പക്ഷേ ഞാൻ പിന്നീട് വന്നായിരുന്നു, അപ്പോഴത്തേക്കും നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. കെ പറയും ഗൂനിയാൻ നീ എന്നെ അടിച്ചു, പോരാത്തന്നെ നീ നേരത്തെ എന്നെ ഷൂട്ട് ചെയ്തു, നിനക്ക് ദേഷ്യം മാറാൻ ഇത്രയൊക്കെ ചെയ്താൽ പോരെ? അവൾ പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നീ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോവുകയാണ്, നിനക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു ഫോൺ തരാമോ, ഞാൻ എൻ്റെ ബ്രദറിനെ വിളിക്കാം. അപ്പോൾ അവൻ ചോദിക്കും ഏത് ബ്രദർ? അപ്പോൾ അവൾ പറയും അത് നിൻ്റെ ബിസിനസ്സൊന്നുമല്ല. കെ പറയും എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ശരി എന്നാൽ ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവളുടെ കാലിൽ ചെരുപ്പ് പോലും ഇല്ല. അപ്പോൾ അവൻ പറയും നിനക്ക് എന്തായാലും ഇവിടെ നിന്ന് എൻ്റെ ഗൈഡൻസ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു ചെരുപ്പ് അവളുടെ കാലിലിട്ട് കൊടുക്കുകയാണ്. അവൻ പറയും നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ എത്തും. അപ്പോൾ കാറിലിരുന്ന് അവനോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ ജീവിതവും നിൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന്, എന്നിട്ട് നീ എന്തിനാ ഇപ്പം എന്നെ രക്ഷിക്കാനായിട്ട് വന്നത്? അവൻ പറയും നീ ചിലപ്പോൾ എന്നെ റിപ്പോർട്ട് ചെയ്താലോ, ആ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നത്. ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം, നീ ഏറ്റവും നല്ലത് നീ സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നതാണ് എന്ന് അവൾ പറയും. അവളിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ കെ അവളുടെ കൈ പിടിച്ചിട്ട് പറയും ഒന്നും പറയുന്നില്ല ആക്ച്വലി. അപ്പോൾ അവൾ ചോദിക്കും എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അവൻ കുറച്ചുകൂടെ ഒന്നും മിണ്ടായിരുന്നിട്ട് പറയും ടേക്ക് കെയർ. അവളിറങ്ങി പോലീസ് സ്റ്റേഷനിലെ ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവളെ പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ അവൾ ചോദിക്കും എന്താ നീ കാണിക്കുന്നത്? അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇവർ രണ്ടുപേരും വാണ്ടഡ് ആണെന്നും പറഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചേക്കുകയാണ്. അത് കാണുമ്പോൾ അവൻ അവളെയും പിടിച്ചും കൊണ്ട് പോവാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ അത് കാണുകയാണ്. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പോൾ അവൾക്ക് മനസ്സിലാവാതെ അവൾ ചോദിക്കുകയാണ് എന്തിനാ പോലീസുകാർ നമ്മളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വാണ്ടഡ് നോട്ടീസ് ഇട്ടേക്കുന്നത്? അപ്പോൾ കെ പറയും നമ്മൾ നേരത്തെ ടെറസിൽ വെച്ചിട്ട് ഒരു പോലീസിനെ ഷൂട്ട് ചെയ്തില്ലേ, അയാൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, അതാവും കാരണം. അവിടുത്തെ സർവൈലൻസ് ക്യാമറയിൽ നമ്മളെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അവൾ അവനോട് ചോദിക്കും നീ അവനെ കൊന്നു? കെ പറയും ഞാൻ കൊന്നില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ വിശ്വസിക്കോ? അവൾ പറയും എനിക്കറിയില്ല, എനിക്ക് ആകെ അറിയാവുന്നുള്ളത് ആ ഐലൻഡ് വിട്ടതിന് ശേഷം പല ആൾക്കാരും എന്നെ ഹണ്ട് ചെയ്യാനായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. കെ പറയും നിനക്ക് വേണേൽ പോലീസിനോട് പറയാം നിന്നെ ഞാനാണ് ഫോഴ്സ് ചെയ്ത് എല്ലാത്തിനും കൊണ്ടുപോയത് എന്ന്. അത് പറഞ്ഞ ഉടനെ അവനിങ്ങനെ മറിഞ്ഞു വീഴുകയാണ്. അവൾ അടുത്തുള്ളൊരു മുറിയിലേക്ക് അവനെ കൊണ്ടുപോകും. നോക്കുമ്പോഴത്തേക്കും അത് ഗൺ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വൂണ്ടാണ്. അവൻ പറയും ഇതൊന്നും ഒരു പ്രശ്നമല്ല, നീ പൊക്കോ, നീ രക്ഷപ്പെട്ടോ. അപ്പോൾ അവൾ പറയും ഞാൻ പൊക്കോളാം, പക്ഷേ ഇപ്പോഴല്ല, ഞാൻ ഡോക്ടറായതിൽ നീ സന്തോഷിക്കുക വേണ്ടത്. എത്ര നേരമായി ഈ ബുള്ളറ്റ് നിൻ്റെ ദേഹത്തിരിക്കാൻ തുടങ്ങിയിട്ട്? കെ പറയും ഏകദേശം 6 മണിക്കൂറായി കാണും. അപ്പോൾ അവൾ പറയും നിനക്ക് ക്രേസിയാണ്, നീ ഇവിടെ കിടന്ന് ചാവുകയാണെങ്കിൽ എന്നെ പറഞ്ഞേക്കരുത്. അവൾ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സിങ് ബോക്സ് ഉണ്ടാവും. അവൾ പറയാണ് ഇവിടെ ശരിക്കും സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, ഞാൻ ഈ ഡ്രസ്സിങ് ബോക്സിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ട് അത് എടുക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ നീ വിചാരിക്കുന്നതിലും വലിയ പെയിനായിരിക്കും അത്, ചിലപ്പോൾ നീ ഷോക്ക്ഡായി പോവാം. സർജറിയിൽ നീ ഓക്കെ ആയിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഇൻഫെക്ഷന് സാധ്യത ഉണ്ടാവും, അത് ചിലപ്പം മരണത്തിലേക്ക് നയിക്കാം. അപ്പം കെ പറയും നീ ഇതൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണോ? അവൾ പറയും ഇത് ഞങ്ങളുടെ പ്രൊസീജിയറിലുള്ള കാര്യമാണ്, അത് ഞാൻ നിന്നോട് പറയുന്നതേ ഉള്ളൂ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ആൾക്കാർ മാത്രമേ യങ്ങായിട്ട് മരിക്കത്തുള്ളൂ, ഞാനെന്തായാലും നല്ലവനല്ല. അവളൊരു സ്കാൽപ്പിലെടുത്ത് അടുത്തിരുന്ന ക്യാൻഡിലിൽ ചൂടാക്കുകയാണ്. അവൻ പെയിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെക്കും. അപ്പോൾ അവളത് കത്തിച്ചു കൊടുക്കുകയാണ്. അവൾ ആ ബുള്ളറ്റ് റിമൂവ് ചെയ്യും. പക്ഷേ അതിനിടയിൽ അവൻ്റെ ബോധം പോവുകയാണ്. അവൾ ആകെ അങ്ങ് പേടിച്ചു പോവും, അവൻ മരിച്ചു പോയോന്ന് അറിയാറുണ്ട്. അവൻ്റെ മുഖത്തും കയ്യിലുമൊക്കെ പിടിച്ചിങ്ങനെ കുലുക്കുന്നുണ്ട്, പക്ഷേ അവൻ എഴുന്നേൽക്കുന്നില്ല. അവസാനം അവൾ ആകെ അങ്ങ് വിഷമിക്കുകയാണ്. അപ്പോഴേക്കും കെ അവളുടെ കയ്യിൽ കയറി പിടിക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല എന്ന്. അപ്പോഴാണ് അവൾക്ക് ആകെ ഒന്ന് ആശ്വാസമാകുന്നത്. ഇവിടെ ബോസും കൂട്ടരുവാണെങ്കിൽ ഇവരെ അന്വേഷിച്ച് മൊത്തവും നടക്കുകയാണ്. പിറ്റേ ദിവസമാവും രാവിലെ അവൻ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ കുളിച്ചിട്ട് വരികയാണ്. അപ്പോൾ അവൾ നോക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് കണ്ണടച്ച് കളയും. എന്നിട്ട് ഉറങ്ങുന്ന പോലെ അങ്ങ് നടിക്കുകയാണ്. അവൾ വന്നിട്ട് അവൻ്റെ ഫീവറൊക്കെ കുറഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയാണ്. അവൾ അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ കണ്ണുറക്കും. നീ എഴുന്നേറ്റെങ്കിൽ നമുക്ക് നിൻ്റെ ഡ്രസ്സിങ് മാറ്റാം എന്ന് അവൾ പറയുകയാണ്. അങ്ങനെ അത് മുറിവിലെ വൂണ്ട് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്.
അവനിങ്ങനെ അവളെ നോക്കുമ്പോഴത്തേക്കും അവൾ വേറെ നോക്കും. അത് കാരണം അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ നോട്ടത്തെ അവോയ്ഡ് ചെയ്യുന്നത്? അവളില്ലാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ അവളെ കൈപിടിച്ച് മടിയിലെടുത്താണ്. എന്നിട്ട് പറയും, ശരിക്കും നീ ശരിക്കും എൻ്റെ നോട്ടത്തെ അവോയ്ഡ് ചെയ്യുകയാണ്. ഞാൻ നിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നീ നിൻ്റെ കണ്ണ് മാറ്റുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൾ തിരിച്ച് ചോദിക്കും, നിനക്കോ? നീ എന്തിനാ ഇത്രയും മുറിവ് സംഭവിച്ചിട്ട് നീ എന്നെ രക്ഷിക്കാനായിട്ട് ഓടി വന്നേ എന്ന് ചോദിക്കുമ്പോൾ അവനും മിണ്ടായിരിക്കുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.